ഇവയ്ക്ക് ഈ യൂട്യൂബ് ആയിട്ട് എന്തൊക്കെ വരുമാനം കിട്ടുന്നത്? വരുമാനമുണ്ട്. സപ്പൊക്കെ പുതിയതായിട്ട് നമ്മളെ ചങ്ക് ആൾക്കാരൊക്കെ ആ സപ്പൊക്കെ അടിച്ച് താർത്തോളൂ അല്ല അടിക്കും നമുക്കറിയാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കുറച്ചുള്ള തന്നെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയേക്കായിരുന്നു. അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ച് വീഡിയോ ഡൗൺലോഡ് ചെയ്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അത് വീഡിയോ തിരഞ്ഞെടുക്കുമ്പോൾ അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്തു ശേഷം പിന്നാണ് എന്ത് സംഭവിച്ചത്, എനിക്ക് 90 ദിവസം സ്ട്രൈക്ക് വന്നു. ഇപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇപ്പം ഇല്ലാതെ പോകുന്നു. മീൻസ് ഇപ്പം നമ്മൾ വന്നേക്കുന്നത്, ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ സ്ഥലമാണ് അൽക്കെ ഗേറ്റ്. ഞാൻ ഇവിടെ ഒന്നും വന്ന് ആരും പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ റൂമാണ് അൽക്കെ ഗേറ്റ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയേക്കുന്നത്? ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ ഇപ്പം സമയം എന്തായി? 11:30. 11:30 11:30. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ വേറൊരു മൈനസ് പോയിന്റ്, ഫസ്റ്റ് പേ പാർക്കിംഗ്, 24 hour പേ പാർക്കിംഗ് അൽക്കെ ഗേറ്റിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഹകരിച്ചു പോവുക, വന്നെങ്കിൽ സഹകരിച്ചു പോവുക, അത് തന്നെ അല്ലേ. പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് ഒക്കെ. അത് 24 hour ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ ഇച്ചിരി കഷ്ടമായി പോയി. നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ നാടല്ലല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെ വിടുക, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അങ്ങ് പോവാം അല്ലടാ പോലെ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് വെസ്റ്റ് സോൺ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കണം. കാണാൻ പറ്റുന്നുണ്ട് എന്തോ ആർക്കറിയാം അല്ലേ. അപ്പം നമ്മുടെ ചെറുക്കൻ ആഗ്രഹം അവിടെ ഒന്ന് കയറണമെന്ന്. അപ്പൊ ഞാൻ ചോദിക്കടാ വേണോ പറഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് താല്പര്യമില്ല, ഇവന്റെ ഇഷ്ടത്തോടെ പോവുകയാണേ. പിന്നെ വേറൊരു ഗുണമുണ്ട് ഇവിടുത്തെ, ഒരു മൈനസും പ്ലസ് പോയിന്റും ഉണ്ട്. അത് വീഡിയോ കാത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പം ജസ്റ്റ് നോക്കി എന്നിങ്ങോട്ട് വേണം മാളിലേക്ക് ജസ്റ്റ് കയറുന്നുള്ളൂ, കൂടുതലൊന്നും കയറുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ. സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഫാമിലീസും, അതായത് ഫിലിപ്പീൻസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്, നമ്മുടെ എല്ലാ രാജ്യക്കാരുണ്ട്. എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ദീപാവലി അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പോൾ മലയാളീസ് ആണെങ്കിൽ ഓണമാണെങ്കിൽ ഓണമൊക്കെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ ആഘോഷിക്കും, നൈറ്റ് ആയാലും. ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് എല്ലാ ആൾക്കാരും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ടയർഡ് അടിക്കുന്നില്ല. നമുക്ക് കാണുന്നേക്കണം നമ്മുടെ ബിൽഡിങ്. അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അത് വലിയ ഇതില്ല ഇപ്പം എനിക്ക് തോന്നുന്നു. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഇപ്പം ഈ പാർക്കിങ്ങിലൊക്കെ എന്താ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പൂട്ടിയിട്ടൊക്കെ വന്നു പാർക്കിങ്. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് ചെറിയ ജിം ഐറ്റങ്ങൾ, അതായത് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും പൊളിച്ചിട്ടൊക്കെ കേട്ടോ. ഇത് മിക്കവാറും മേ ബി എനിക്ക് തോന്നുന്നു 2 മാസത്തുള്ളിൽ ശരിയാവുന്ന എൻ്റെ പ്രതീക്ഷ. ഫ്രണ്ട്സ്, ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നല്ല ചൂടാണ്. അൽക്കെ ഗേറ്റല്ല UAE തന്നെ. എനിക്കൊന്ന് ഇപ്പം ഏകദേശം ഇപ്പം ഞങ്ങൾ നൈറ്റ് സമയം 11:45 ഇപ്പം. എനിക്കൊന്ന് ഇപ്പോഴേ നമ്മുടെ ദുബായിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്തുവാ ഭയങ്കര ചൂടാണ്. ഇപ്പം ഏകദേശം ഇപ്പോഴത്തെ 41 ഡിഗ്രിയിലാണ് ചൂട് ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഫാമിലി ഇപ്പൊക്കെ പുറത്ത് വരുന്നില്ല, എല്ലാവരും അകത്ത് തന്നെയാണ്. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ഒക്കെ ആണെങ്കിൽ ഇവിടെ എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് ബൈപാസ്. അത് നല്ല ക്ലൈമറ്റും കൂടിയാണ്. ഇപ്പൊ എനിക്ക് ചൂട് പിടിച്ച ആരും എനിക്ക് തോന്നുന്നു പുറത്തൊന്നും ഇറങ്ങത്തൊന്നുമില്ല. ഇപ്പം പൊതുവെ ഞാൻ തന്നെ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുക, ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ നടന്നു നോക്കുക. ഇപ്പം ഇവിടെ ഒരു മനുഷ്യന്മാരൊന്നുമില്ല. ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടോ ഈ സമയത്ത് ഞങ്ങൾ തന്നെ വിയർത്ത് വലിക്കുകയാണ്. പിന്നെ കാരണം വെച്ചാൽ ഇപ്പം എല്ലാം ഈ അൽക്കെ ഗേറ്റ് ഫുള്ള് പൊളിച്ചിട്ടൊക്കെ പോവാ. പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്കൊക്കെ 2-3 ഉള്ള നമുക്ക് എക്സസൈസുള്ള ജിമ്മും കുറച്ച് വൈബ്, എൻജോയ്മെന്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പൊളിച്ചിട്ടൊക്കെ കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, റീവർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് മേ ബി എനിക്ക് 3 മാസം പിടിക്കുമായിരിക്കാം, തോന്നുന്നു, അറിയില്ല. ഇവയ്ക്ക്
ഈ യൂട്യൂബ് ആയിട്ട് എന്തൊക്കെ വരുമാനം കിട്ടുന്നത്? വരുമാനം അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം. പിന്നെ എനിക്കൊരു ഏറ്റവും വലിയ ആഗ്രഹം ചില യൂട്യൂബിൽ ഒരു വരുമാനം കൊണ്ട് എനിക്കൊരു ഹോം തിയേറ്റർ എടുക്കുന്ന ആഗ്രഹം. വീട്ടിൽ ഹോം തിയേറ്റർ. ഏത് ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടിന്റെ ഉദ്ദേശിക്കുന്നത് എടുക്കുമെങ്കിൽ നല്ല സാധനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ നാട്ടിൽ അന്വേഷിച്ചപ്പോഴേക്കും അതിനോട് 35,000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ഓണം ഓഫറൊക്കെ അറിയത്തില്ല എങ്ങനെയാന്ന് കൊണ്ടുവരുന്ന നാട്ടിൽ. എന്തായാലും എനിക്ക് അത് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നാട്ടിൽ ചെല്ലുന്ന സമയത്തുള്ളൂ കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ട് പോട്ടെ. ഇവിടുന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വെയിറ്റും കാര്യങ്ങളും ആകെ 30 കിലോ പറ്റത്തുള്ളൂ. പിന്നെ എയർ ഇന്ത്യ പോകത്തില്ല. എയർ ഇന്ത്യ പോണെങ്കിൽ പ്രാർത്ഥിച്ചേക്ക നമ്മള് എന്തോ അമ്പലത്തില്ല, നീ പള്ളിയെല്ലാം പ്രാർത്ഥിച്ചിട്ട് കയറാൻ പറ്റും. നമുക്കൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. ഞാൻ എയർ ഇന്ത്യ കുറ്റം പറയില്ല. നമ്മുടെ സ്വന്തം ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ വളർന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യക്ക് ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എയർ ഇന്ത്യ വളർന്നാലേ നമ്മുടെ രാജ്യത്തിന് പുരോഗമനം. പക്ഷേ എയർ ഇന്ത്യ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ മോശമാണ് എയർ ഇന്ത്യ, എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എയർ ഇന്ത്യ സെലക്ട് ചെയ്യാറില്ല. ഇതിന് മുമ്പൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെടുന്നുണ്ട്, മോശമായ കാര്യങ്ങളൊക്കെ. അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. എന്നാലും അതൊക്കെ മാറ്റി നമ്മുടെ എയർ ഇന്ത്യ മെച്ചപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിന് അല്ല വേറെ ഫ്ലൈറ്റിൽ പോകുന്ന എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഞാൻ എയർ ഇന്ത്യ മേടിക്കുന്നില്ല. ഫാമിലി ഇമ്പോർട്ടൻ്റ്. ഓക്കെ. ഇവിടെയൊക്കെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇതൊക്കെ രാവിലെ ഒന്നൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചൂടായതുകൊണ്ടായിരിക്കും ആൾക്കാരൊന്നും വരുന്നില്ല. നമുക്ക് കുട്ടികളുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും ഇവിടെ ഒരു 2 മണി 3 വരെയൊക്കെ കാണും. വെളുപ്പിന് വരെ ഇങ്ങനെ കാണും. പക്ഷെ പാർക്കെല്ലാം കാലിയാണ് കേട്ടോ. ഇതുണ്ട് ഇവിടെ ഈ തുണിയൊക്കെ വലിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇത് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. പിന്നെ ഇതാണ് ബ്ലൂ മാർട്ട്. ചെറുതാണ്, പിന്നെ വലുത് അപ്പുറത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഏരിയകൾ. അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഫുട്ബോള്, വേൾഡ് കപ്പ്, ക്രിക്കറ്റൊക്കെ വരുന്നത് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഗ്രൗണ്ടിലില്ലേ വലിയൊരു സ്ക്രീനൊക്കെ വലിച്ചു കിട്ടും. സ്ക്രീനൊക്കെ വലിച്ചു കെട്ടിട്ട് സ്ക്രീനൊക്കെ വലിച്ചു കെട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ. എനിക്കറിയാം, സ്ക്രീനൊക്കെ വലിച്ചു കെട്ടിട്ട് എല്ലാവർക്കും, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതായത് നമുക്ക് എല്ലാ രാജ്യക്കാരും കൂടും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യക്കാരും കൂടും, പാകിസ്ഥാൻ. പിന്നെ അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിങ്ങനെ മുട്ടൻ അടിയൊക്കെ ആയിരുന്നു. അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ പോലീസ് ഉള്ളതുകൊണ്ട് അത് വിഷയമില്ല. അത് ഇത് സംഭവം ദുബൈയാണ്. അതുകൊണ്ട് പോലീസിന് പേർക്ക് എല്ലാവർക്കും പേടിയാണ്. പിന്നെ ഞാൻ ഇപ്പം ബാക്കി കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഏരിയകൾ എൻജോയ്മെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. മീൻസ് ബിൽഡിങ്ങൾ, അതായത് എന്നിട്ട് 1-6 1-4 അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. 1-4 1-6 അങ്ങനെ ഒത്തിരി ബിൽഡിങ്ങുകളാണ് കാണാം. ഇപ്പം സമയം എത്രയാണെന്ന് അറിയാമോ? സമയം 12 മണിയായി. 12:10 കണ്ടേ, 12:10 എല്ലാ പാർക്കിങ്ങുകളും കാലി. 24 hour പാർക്കിംഗ് ആക്കിയ ശേഷമുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇതിന് മുന്നിൽ ഞാൻ വീഡിയോ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു ഇവിടെ ഒരു പാർക്കിംഗ് പോലും കിട്ടത്തില്ലായിരുന്നു. എങ്കിലും ക്യാഷ് ഉള്ളവൻ പാർക്ക് ചെയ്യും, ക്യാഷ് ഇല്ലാത്തവൻ കച്ച പാർക്ക്. മജമാരെ, ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലേ, ഒരു പ്ലസ് പോയിന്റും ഒരു മൈനസ് പോയിന്റും. അപ്പം മൈനസ് പോയിന്റും പ്ലസ് പോയിന്റും ചേർത്തുള്ള കാര്യം ഇപ്പോൾ പറയാം. നമ്മൾ ദുബായ് വന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാം, നശിക്കണമെങ്കിൽ നശിക്കാം. അതെ, ഓക്കെ. രക്ഷപ്പെടേണ്ടവർക്കുള്ള അവസരങ്ങൾ ദുബായ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാം, 100% രക്ഷപ്പെടാൻ പറ്റും. പിന്നെ നശിക്കേണ്ടവർക്ക് നശിക്കാം, അതിനുള്ള അവസരം ദുബായ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ചോദിച്ചാണ് രക്ഷപ്പെടണോ വേണ്ടിയോ എന്നൊക്കെ. ഓക്കെ, അതൊക്കെ നമ്മുടെ നാടൊന്നുമല്ലല്ലോ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ പിന്നെന്തൂടെ, ഇത് നമ്മുടെ അജോണേ. ഇതിനു മുന്നേ നമ്മുടെ കൂടെ ഉള്ളായിരുന്നു ഇക്ലാത്ത്, പിന്നെ നമ്മുടെ മുസ്തഫ, മൈ ഫ്രണ്ട്. അവനിപ്പോൾ നാട്ടിലാണ്.
ഇത് നമ്മുടെ അജോ. നിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു വിടാം, നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് കാണട്ടെ. ഒട്ടുക്കത്ത് കൂടി ഞാനേ സത്യം പറഞ്ഞ ഞാൻ സായിപ്പിനെ കളിക്കരുത്, എന്നെ എല്ലാവരും കൊണ്ട് സായിപ്പിന്റെ കൊച്ചാന്ന് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ കറുത്തു പോയി. ആ സത്യടെ അന്നാടാ, ഇപ്പം ഞാനും കറുത്തു പോയി. ഒടുക്കത്തറ ഇവിടുത്തെ ചൂടാണ്, ക്ലൈമറ്റ് 50-55 ഡിഗ്രി ഒക്കെ രാവിലെ അങ്ങ് കയറും. അയ്യോ നോക്കിയേ എങ്ങനെയായിരുന്നു ഞാനായിരുന്നു. അതാടാ നിന്റെ ആയിരുന്നു എന്താ, നീ എപ്പോഴാ ഇവിടെ ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായിട്ട്? 1 ഇയർ ആയി. എങ്ങനെയാ ദുബായൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു ഇഷ്ടപ്പെട്ടു? അപ്പൊ ഈ 1 ഇയർ ഉള്ള എക്സ്പീരിയൻസ് നിനക്ക് എന്താ ദുബായിലുള്ള കാര്യങ്ങൾ? അതായത് നിന്റെ ഫ്രണ്ട്സിനോടാ അല്ലെങ്കിൽ നമ്മുടെ അവരെ കമന്റ് അടിക്കാൻ വന്ന ടീം അതാ ഞാൻ ഉണ്ടായിരുന്നു. അവരെ കമന്റ് അടിക്കാനുള്ളായിരുന്നു. ഓക്കെ അതുകൊട്ടെ. നീ ഇപ്പം സൈക്കിള് ഇതൊക്കെ മിക്ക സ്ക്രാപ്പിന് കൊണ്ടുപോകും. ഞാൻ ചോദിച്ച കാര്യം പറയാം. നീ ഇപ്പം ദുബായ് വന്നിട്ട് 1 ഇയർ ആയി. 1 ഇയർ എക്സ്പീരിയൻസിനനുസരിച്ച് ഇപ്പം നമ്മുടെ അതായത് ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഫോണിന്റെ സബ്സ്ക്രൈബർ ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തോ പറയാം, അത് നിന്റെ ഫ്രണ്ട്സിനും കൂടി ചേർന്ന് നീ എന്തെങ്കിലും പറ. അത് നിന്റെ 1 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് കൊള്ളാം. ഓക്കെ, എന്ത് നിയമം നീ ഉദ്ദേശിക്കുന്നത്? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ വളരെ സ്ട്രിക്റ്റ് ആണ്, നാട്ടിലെ കണക്കല്ല. എനിക്ക് അവരിപ്പോഴും നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് അവര് ഇടപെടുന്നത്. ഇപ്പൊ മീൻസ് ഇപ്പൊ നമ്മളൊരു വണ്ടി ആക്സിഡന്റ് ആയാലും അവർ ഫസ്റ്റ് വന്ന് നമ്മളൊക്കെ ഷേക്ക് ഹാൻഡ് ഒക്കെ തന്ന് എന്താ പ്രശ്നം, അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, പാട്ടി തുടങ്ങും ഉള്ളതാണ് ഒക്കെ പറയാൻ പറ്റുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു പോലീസ് ഒരു നമ്മള് ചീത്ത എന്നൊരു വാക്കേ നമ്മളെ വിളിക്കത്തില്ല. അവര് ബ്രദർ ഭായി എന്നൊക്കെ നമ്മളെ സംബോധന ചെയ്താണ് നമ്മളെ സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ സാറൊന്നും വിളിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടുന്ന് വണ്ടിയൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ അവർ വന്ന് ടയർ ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇറങ്ങുമോ? അതുപോലെ നമ്മൾ കൈ കാണിച്ചെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മുടെ അടുത്തേക്ക് വരും വണ്ടി. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ ഇഷ്ടം. പക്ഷെ നമ്മുടെ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരോട് ഇങ്ങനെ പെരുമാറണം, അവരുടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഇവർക്ക് സ്ട്രിക്റ്റ്ലി ഒരു ക്ലാസ് കൊടുക്കണം. എന്റെ ഒരു അഭിപ്രായം. ഇനി ഈ പേരും പറഞ്ഞോണ്ട് എന്നെ പഞ്ഞിക്കടന്നും വരല്ല, എനിക്ക് അതൊന്നാ പേടിയാ. പ്രാവശ്യം ഞാൻ എന്തോ മറ്റേ CPM എന്തോ അത് നമ്മളെ ഒരു പാർട്ടിയിലെ വ്യക്തിയല്ല എന്ന് പറയുന്നത് എന്നെ ചീത്ത വിളിയായിരുന്നു. പിന്നെ കമന്റ് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അടിയായിരുന്നു. പിന്നെ ഞാൻ ആ കമന്റ് ബോക്സ് പൂട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം തന്നെ. അതിനകത്ത് ഒരു പൊങ്കാലിടാൻ ദൈവത്തിൻ്റെ അടുത്തും വരല്. പിന്നെ ഇവിടുത്തെ ജീവിത എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീവിതത്തിൽ എക്സ്പെൻസീവ് ആണ്, അത് നമുക്കറിയാം. പക്ഷെ മുമ്പ് ഇത്രയും പ്രശ്നമില്ല. പിന്നെ വേറെ ഗുണമുണ്ട്. ഇപ്പൊ UK പോകുന്ന ആൾക്കാരുണ്ട്, UK കുറേ ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ഇത്ര % നമ്മൾ ഇന്ന രാജ്യത്തിൽ കൊടുക്കണം. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് അതായത് 1000 ദിർഹംസ് ഉണ്ടെങ്കിൽ 1000 ദിർഹംസ് നമ്മള് നാട്ടിലേക്ക് അയക്കാം. ദുബായിൽ ഓൾമോസ്റ്റ് UAE നമുക്ക് നാട്ടിലേക്ക് അയക്കാം. അങ്ങനെ ഒരു ഗുണം നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. നമ്മളെ ഇത്ര രൂപ പിടിച്ചിട്ടേ അങ്ങോട്ട് അയക്കാവൂ എന്ന റൂൾസും കാര്യങ്ങളൊന്നും നമുക്ക് വെക്കുന്നില്ല. ഒക്കെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാല് നമ്മുടെ ഇപ്പൊ നോക്കിയാ ഇവിടെ എത്രയോ ലേഡീസ് ഇപ്പൊ ഇറങ്ങി കിടക്കുന്നത്. 100% സേഫ് ആണ്. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം, പറ്റി സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ലേഡീസാ. ഇപ്പൊ സമയം എത്രയാടാ? 1 മണിയാ. 1 മണിയും കണ്ടായി. കണ്ട, അതായത് ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നിയമം സ്ട്രിക്റ്റ് ആണ്. അതായത് ലേഡീസിന് മോശമായിട്ട് കമന്റ് അടിക്കാനോ ഇവിടെ ആരും നമ്മുടെ നാട്ടിലൊക്കെ കണക്കല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ വേറെ വാർഡ് മെമ്പറൊക്കെ ഒന്ന് ഇറക്കിണ്ടു. പക്ഷേ ഇവിടെ അതൊന്നും നടക്കത്തില്ല. ലേഡീസിന് നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. വാല്യൂ കൊടുക്കുന്നത് നമുക്കും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. രണ്ടുപേരും കമ്പയർ ഉള്ള ഏരിയയാണ് ഇവിടെ നിയമം ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലേഡീസിന് ഇവിടെ എൻ്റെ ഒരു 100-ൽ 95% ലേഡീസ് സേഫാണ്. ഏത് പാരാത്രിക്കും അവർക്ക് പോവാം. നിങ്ങളെ ഒരു ഉപദ്രവവും നമ്മുടെ ദുബായിൽ ഉണ്ടാകത്തില്ല. നാട്ടിലെ കണക്കല്ലേ, നാട്ടിലെ കുറ്റമല്ല. ഞാൻ ജനിച്ച നാടാണ്. പക്ഷേ നമ്മുടെ ഈ നിയമം കാരണം എനിക്ക് വിഷമം. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ കഞ്ചാവും അതും ഇതും ഇവിടെ അതൊന്നുമില്ല. ഇവിടെ അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല. ലിമിറ്റ് ഉണ്ട് പറയുന്നതിന്. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്താൽ
കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ 8 പണി ജയിൽവാസം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ദുബായിലെ കാര്യങ്ങളൊക്കെ. ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ ഈ ആൾക്കെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചേ. അടക്കണം. പിന്നെ ഞാൻ ജനിച്ചു വന്ന നാട് നമ്മുടെ കേരളം തന്നെയാണ്, നമ്മുടെ സ്വന്തം നാട്. അതിനെ പുറത്ത് നമ്മളൊന്നും പറയത്തില്ല. പക്ഷേ ഇവിടുത്തെ ഞാൻ ഒരേ ഒരു കഥ, നിയമത്തിന് മാത്രമേ എതിർക്കുന്നുള്ളൂ. അല്ലടാ, നീ 1 വർഷമായില്ലേ, നിനക്ക് എന്തോ പറയാനുള്ളത്? കാരണം വെച്ചാൽ നമ്മുടെ നിയമം സ്ട്രിക്റ്റ് ആക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ പിന്നെ പെണ്ണുങ്ങൾ ചില മിസ്യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട് ആൾക്കാർ, അതായത് ആണുങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ടത്. പക്ഷെ ഇവിടുത്തെ നിയമം വെച്ചാൽ അതൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ പഴയതുപോലൊന്നും അല്ല, അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും വാല്യൂ. ഇവൻ എന്നെ പിടിച്ചു അല്ലെങ്കിൽ എന്നെ തല്ലി എന്ന് പറഞ്ഞാൽ അതാണ് വാല്യൂ നമ്മുടെ കേരളത്തിൽ ഇപ്പം നിയമം. പക്ഷെ ഇപ്പം ഇവിടെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ മാറ്റി ഇപ്പം അതായത് പുരുഷനും ലേഡീസിനും സെയിം വാല്യൂ ആണ് ഇപ്പൊ നമ്മുടെ ദുബായ് ഗവൺമെന്റ് കൊടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ഇവിടുത്തെ നമ്മുടെ ലേഡീസ് ആയാലും നമ്മുടെ പുരുഷന്മാരായാലും എല്ലാവരും സേഫ് ആണ്. പിന്നെ നമ്മുടെ നാട്ടില് അതുപോലൊക്കെ ആവട്ടെ അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. നാട്ടിൽ നിയമമുള്ളൂ, നമുക്ക് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദുബായിലാണെങ്കിൽ എന്താ പറയുന്നത്, ജീവിക്കണമെങ്കിൽ ജീവിക്കാം, നശിക്കണമെങ്കിൽ നശിക്കാം. 2 ചോയ്സ് നമ്മുടെ ദുബായ് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാം, നശിക്കേണ്ട പ്രാവശ്യം. ഓക്കെ ഗൈസ്, ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എന്തോ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ എന്ത് ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലേ ഇറക്കാം അല്ലേ, പോയി കിടക്കല്ലേ? ഓക്കെ കിടക്കണം. ഇനിയിപ്പം ലൈക്കൊക്കെ പിന്നെ നിനക്ക് ഉറങ്ങാടാ, വാട എത്ര നേരമാണ്. ഇവനിപ്പോ ആൾക്കാർക്ക് വീഡിയോ ഇവൻ തന്നെയാണ്, ഞാനല്ല ഇവൻ കണ്ടന്റ് ഉണ്ടാക്കിയത്. ഇവൻ തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കിയത്. നമുക്ക് ആൾക്കാർക്ക് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാതെ. ഓക്കെ, ഏകദേശം ഞാൻ ഒരു പരിപാടി ചൂടൊക്കെ കൊണ്ട് ഞാൻ ഒരു തിരിയായി ബാട ചെറുക്ക പോവാടാ. നീ എന്താ പോകാൻ ഉദ്ദേശമില്ല നിനക്ക്? അവന്മാരെ സപ്പൊക്കെ ചെയ്ത് നമ്മുടെ പിള്ളേരെ സപ്പൊക്കെ ചെയ്ത് പുതിയതായിട്ട് നമ്മുടെ ചങ്ക് ആൾക്കാരൊക്കെ ആ സപ്പൊക്കെ അടിച്ച് താർത്തോളൂ അല്ല, അടിക്കും. നമുക്കറിയാന്നില്ല. അതുകൊണ്ടല്ല നമുക്ക് നമ്മുടെ ചാനലൊക്കെ എന്തുണ്ട്, എനിക്ക് അടുത്ത ഹോം തിയേറ്റർ മേടിക്കാനുള്ള സപ്പോർട്ട്. പക്ഷെ വേറെ കാര്യം എന്താ പറയാനുള്ളത്, ഒരിക്കലും ഞാൻ നിങ്ങളുടെ സപ്പോർട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഈ ഏണിങ്സ് ഒക്കെ കിട്ടുന്നത് ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. നിങ്ങൾക്കൊണ്ടുള്ള കിട്ടുന്ന ചലഞ്ചോട്ട് ഞങ്ങൾ ഉടനെ നിങ്ങൾ വരുന്നതാണ്. അപ്പം ബൈ.